ശ്രീകുട്ടി ഷാജി. പ്രോത്സാഹന സമ്മാനം നൽകുന്നത് നല്ല മാർക്കുള്ള കുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ തീരുമാനങ്ങൾക്ക് മറികടക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് പ്രോത്സാഹന സമ്മാനം നൽകുകയാണ്. അനന്തു പ്രസാദ്. അമ്മ +2 അഖിലേഷ് ചെയ്യൂ. ഡിഗ്രി സ്വാതി സഹദേവൻ. നമുക്ക് ഈ സ്കോളർഷിപ്പ് നൽകുവാൻ വേണ്ടി നമ്മളെ സഹായിച്ച ശ്രീ PS രാജേഷ് പെരുമാനിൽ, സന്തോഷ് ആർവാകൽ, ശ്രീ KT രാജൻ കുറുക്കപ്പാറ, ഹരിനാരായണൻ പെരുമനക്കുഴിയിൽ, KT സജി കുറുക്കപ്പാറയിൽ വീണ്ടും ഇതുപോലുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഈ തന്നതിന് അങ്ങേയറ്റം ശാഖയുടെ നന്ദിയും കടപ്പാടും അവരെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ചടങ്ങ് നമ്മുടെ മഹിളാ യൂണിറ്റുകളിൽ വളരുവാൻ വേണ്ടി നമ്മുടെ വനിതാ യൂണിറ്റുകൾക്ക് 3 ആടുകളെ ഇവിടെ വാങ്ങി നിർത്തിയിട്ടുണ്ട്. ഈ ആടിനെ വിതരണം ചെയ്യുകയാണ്. ആ ആടിനെ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ഈ സ്റ്റേജിലേക്ക് ആടിനെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ബൊക്ക കൊടുത്താണ്. ആ ബൊക്ക ആളത് സങ്കല്പിച്ചുകൊണ്ട് വേണം വാങ്ങാൻ. പിന്നെ പ്ലാവല കൊടുത്താൽ മതി. കുടുംബ സംഗമവും വാർഷികം നടക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷപദമായിരിക്കുന്ന ശാഖാ പ്രസിഡന്റ് ശ്രീ VK ഗോപാലൻ അവർ ഈ ചടങ്ങിലൂടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അവർ, ഒഴുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TL അബ്രാഹം, മറ്റ് ജനപ്രതിനിധികൾ, ശാഖായോഗത്തിന്റെ താലൂക്ക് ഭാരവാഹികൾ, ലോക്കൽ ശാഖാ ഭാരവാഹികൾ, മഹിളാ സമാജം ഭാരവാഹികൾ, പ്രവർത്തകർ, നല്ലവരായ ശാഖാ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞങ്ങളുടെ വെളിയന്നൂർ പഞ്ചായത്തിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ 2-3 പ്രസംഗം ഇവിടെ കഴിയും. ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ല. ഏതാണ്ട് 1 മണിയോട് അടുക്കുന്നു. ഭക്ഷണം അപ്പുറം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ദിവസം ഇവിടെ വെച്ച് അന്ന് ശാഖാ പ്രസിഡന്റ് എന്നോടുള്ള പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും വന്നപ്പോൾ ഇതുപോലെ ആട് വിതരണമായിരുന്നു. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അന്ന് കൊടുത്ത ആടുകൾ വളരെ കൈപൊലിച്ചു, നന്നായി എന്നുള്ളത്. ഇത്
ഇപ്പോൾ ആട്ടുകുഞ്ഞുങ്ങളെ കൊടുത്താൽ അടുത്ത വർഷമോ പിന്നത്തെ വർഷമോ പെൺകുഞ്ഞുണ്ടായാൽ തിരിച്ചു തരണം എന്നുള്ള വ്യവസ്ഥയിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, ആൺകുഞ്ഞാണെങ്കിലും മുട്ടനാടാണെങ്കിലും ഇത് ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നിയപ്പോൾ മുട്ടനാടിനെ വീട്ടിട്ട് പൈസ കൊണ്ട് വരെ ആൺകുഞ്ഞിനെ മേടിക്കാറുണ്ട്. എന്തായാലും ഈ പദ്ധതി മാതൃകാപരമായ ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ സംശയം. ഇങ്ങനെയൊരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഒന്നിന്റെ കാര്യം നമ്മൾ സ്പർശിക്കാതെ പോകുന്നത് ഒരുപക്ഷെ ശരിയല്ല. സമയം വൈകിയെങ്കിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം പോലെയുള്ള സംഘടനകൾ, വ്യക്തമായി പറഞ്ഞാൽ സാമുദായിക സംഘടനകൾ അവരുടെ സമുദായത്തിലെ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി